കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി സ്നേഹത്തോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് വിശ്വാസത്തോടെ നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹൃദയത്തിൻ്റെ ശാന്തതയിൽ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. ഹൃദയത്തിൻ്റെ ശാന്തതയിലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റും. മനസ്സും ഹൃദയമൊക്കെ വല്ലാതെ അങ്ങോട്ട് ഭാരപ്പെടുമ്പോൾ, അസ്വസ്ഥപ്പെടുമ്പോൾ ഒരിക്കലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. മക്കളെ, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ ഹൃദയം ഇത്രമാത്രം അങ്ങോട്ട് നീറുന്നത്, വേദനിക്കുന്നത്? എൻ്റെ ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കാൻ ഈശോയോട് പറ. എൻ്റെ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കാൻ ഈശോയോട് പറ. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇങ്ങനെയൊക്കെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുമ്പോഴും ഈ ആരാധന സമയത്ത് ഇതൊക്കെ മനസ്സിൽ വിചാരിക്കുമ്പോഴും പറ്റണില്ല അല്ലേ? ശാന്തമാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ലല്ലോ. ഒന്ന് സ്വസ്ഥമാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ലല്ലോ. ശാന്തമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും നോക്കിയിട്ട് പറ്റാത്ത ജീവിതത്തിൻ്റെ അനുഭവമല്ലേ? എത്രയോ ദിവസങ്ങളായി, എത്രയോ രാത്രികൾ ഉറക്കമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു, പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഈശോയെ, ഈ മക്കളുടെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കണമേ. ഈ മക്കളുടെ മനസ്സിനെ, ചിന്തകളെ നീ ശാന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പസ്വലന്മാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജീവിത നൗക വല്ലാതെ കണ്ടങ്ങോട്ട് ഉലഞ്ഞപ്പോ, അസ്വസ്ഥപ്പെട്ടപ്പോ, കൊടുങ്കാറ്റിൻ്റെ നടുവില് തകർന്നു പോകുന്ന അനുഭവത്തിലൂടെ കടന്നു പോയപ്പോ നീ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയും ശാന്തമാക്കുകയും ചെയ്തില്ലേ? കർത്താവേ, ഈ നിമിഷം നീ മക്കൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ. ഇവിടെ കൊടുങ്കാറ്റിന്റെ അനുഭവങ്ങളിൽപ്പെട്ട് ആടിയുലയുന്ന ജീവിത നൗകയെ കർത്താവേ നീ ശാന്തമാക്കണമേ, നീ ശാന്തമാക്കണമേ. കർത്താവേ, നീ പറയണമേ, ഈ മക്കളുടെ ജീവിതത്തെ നോക്കിയിട്ട് നീ ഒന്ന് പറയണമേ, ശാന്തമാകുക, അടങ്ങുക. കാറ്റിനെ നോക്കി, കടലിനെ നോക്കി നീ പറഞ്ഞപ്പോ, തിരമാലകളെ നോക്കി നീ അത് പറഞ്ഞപ്പോ കർത്താവേ അവിടെ ശാന്തതയുണ്ടായില്ലേ? ഈ മക്കളുടെ ജീവിതത്തെയും ജീവിത അനുഭവങ്ങളെയും നോക്കി കർത്താവേ നീ ഇപ്പോൾ പറയണമേ, ശാന്തമാകാൻ പറ. ഈശോയെ, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ചിന്തകളെ, ഹൃദയത്തെ ഒന്നും ശാന്തമാക്കാൻ പറ്റണില്ല. എത്ര പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റണില്ല. എല്ലാ ഇടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളാണ്, എല്ലാ ഭാഗത്തു നിന്നും മുറിപ്പെടുത്തുന്ന വാക്കുകളാണ്, എല്ലാവരിൽ നിന്നും ഇങ്ങനെ മനസ്സിനെ, ജീവിതത്തേക്ക് പിടിച്ചുലയ്ക്കുന്ന ദുരനുഭവങ്ങൾ മാത്രമാണ് തമ്പുരാനെ ഓരോ ദിവസവും ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത്. എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ മനസ്സിനെ, ഹൃദയത്തേക്കൊന്ന് ശാന്തമാക്കാൻ പറ്റണില്ല. കർത്താവേ, നീ ശാന്തമാക്കിയാൽ മാത്രമേ ഞങ്ങളുടെ ഹൃദയത്തിന് ശാന്തതയുണ്ടാകൂ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു ശാന്തമാകാനായിട്ട്. തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ നിമിഷങ്ങൾ വളരെ ശാന്തതയോടെ ദൈവത്തെ കേട്ട്, ദൈവത്തെ ശ്രവിച്ച് ഒക്കെ ഇരിക്കാൻ ഈ നിമിഷങ്ങളിൽ ദൈവം എന്നെ അനുവദിക്കണമേ എന്ന് പറ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇപ്പോൾ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു. മക്കളെ, ഹൃദയം കൊണ്ട് വിശ്വസിക്കേ, ലോകം നിന്നെ ഉപേക്ഷിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്തൊരു കർത്താവുണ്ട്. ആരൊക്കെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നീ എനിക്ക് വിലപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവനാണെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കാൽവരി കുരിശോളം സഹിച്ചൊരു ദൈവം, നിനക്ക് വേണ്ടി 3 ആണികളിൽ പിടഞ്ഞു മരിച്ച കർത്താവ്, ആ കർത്താവ് എന്നും കൂടെയുണ്ട്. ഇതാ കർത്താവ് നിന്നെ ആശീർവദിക്കുന്ന സമയമാണ്. ആ കർത്താവ് നിന്നെ ആശീർവദിച്ച് നിന്റെ കുടുംബത്തെയൊക്കെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. കരങ്ങളെ മാറോട് ചേർത്ത് കണ്ണു തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.